ഹലോ വെൽക്കം ബാക്ക്. ഇന്നിതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് ഇതാ ഒരു 800 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് കടായിലേക്ക് ഞാനിപ്പോൾ നെയ്യാണ് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് ഓയിൽ എടുക്കാം. 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ആദ്യം ഒന്ന് ഈ നെയ്യിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 സവാള ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ സവാളയുടെ കളറൊക്കെ മാറി സവാള നന്നായിട്ട് തന്നെ ഒരു ബ്രൗൺ നിറായിട്ട് വരുന്ന വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഈ സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കന് ഈ സവാളയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അതുവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി അടുത്തത് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന വിധത്തിൽ വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ തക്കാളി അരച്ചത് ചേർത്തുകൊണ്ട് തന്നെ തിന്നുന്ന അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും ചിക്കൻ വെന്ത് വരുമ്പോൾ. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചിക്കൻ ഒരു പകുതി വേവാകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാനിതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഒരു 10-15 കാഷ്യൂനട്ട് ഒന്ന് സോക്ക് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സോക്ക് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് അരയുന്ന മിക്സി ആണെങ്കിൽ നേരിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ ഇപ്പോൾ പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച കൂട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആവട്ടെ ഈ ചിക്കൻ കറിക്ക്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണ് കസൂരി മേത്തി. നന്നായിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നേരിട്ട് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ തിക്കായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്